പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം അതിരൂക്ഷമായി തന്നെ നിലനിൽക്കുമ്പോൾ റഷ്യ തങ്ങളുടെ അത്യാധുനികമായ ഡൂംസ്ഡേ വിമാനം ഇറാനിലേക്ക് അയച്ചിരിക്കുകയാണ്. റഷ്യൻ സർക്കാരിന്റെ പറക്കുന്ന കമാൻഡ് പോസ്റ്റ് എന്നറിയപ്പെടുന്ന ടുപോളോവ് Tu-214PU ആണ് ഇറാനിലെ ടെഹ്റാനിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. റഷ്യയുടെ അതീവ സുരക്ഷിതമായ വാർത്താവിനിമയ സംവിധാനങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുള്ള ഒരു വിമാനമാണിത്. അമേരിക്കയുമായുള്ള സംഘർഷം വീണ്ടും സങ്കീർണമായ പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ നേരിട്ടുള്ള ഇടപെടൽ എന്നതാണ് ശ്രദ്ധേയം. ഇതുവരെ പരോക്ഷമായ സഹായങ്ങൾ ഇറാന് നൽകുന്നു എന്ന ആരോപണങ്ങൾ റഷ്യക്കെതിരെ അമേരിക്ക ഉയർത്തിയിരുന്നു. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ റഷ്യ നേരിട്ട് ഇടപെടുന്നതിന് തുല്യമാണ് ഈ വിമാനത്തിന്റെ വരവ്. സാധാരണ യാത്രാ വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യുദ്ധം പോലുള്ള അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിലും തടസ്സമില്ലാത്ത രീതിയിൽ സൈനിക സംവിധാനങ്ങളുമായുള്ള കമാൻഡ് ഉറപ്പാക്കാൻ ഇതിന് സാധിക്കും. ഒരു സാധാരണ യാത്രാ വിമാനമായ Tu-214നെ മൊത്തം പരിഷ്കരിച്ച് ഒരു പറക്കുന്ന കമാൻഡ് സെന്റർ ആക്കി മാറ്റുകയാണ് റഷ്യ ചെയ്തിരിക്കുന്നത്. എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ സംവിധാനങ്ങളും സുരക്ഷിത ഡാറ്റ ലിങ്കുകളുമാണ് ടുപോളോവിന്റെ പ്രത്യേകത. ശത്രുക്കളുടെ ഭീഷണികൾക്കിടയിലും ഭരണാധികാരികൾക്കും സൈനിക മേധാവികൾക്കും ആശയവിനിമയം നടത്താനും അതുവഴി യുദ്ധതന്ത്രങ്ങൾ ഏകോപിപ്പിക്കാനും ഈ വിമാനം ഏറെ സഹായകമാണ്. ഇതിലെ PU എന്ന ചുരുക്കപ്പേര് റഷ്യൻ ഭാഷയിലെ കൺട്രോൾ പോയിന്റ് അല്ലെങ്കിൽ കമാൻഡ് പോസ്റ്റ് എന്ന വാക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു അടിയന്തര സാഹചര്യമോ യുദ്ധമോ ഉണ്ടായാൽ റഷ്യൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾക്ക് ആകാശത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ രാജ്യത്തെയും സൈന്യത്തെയും നിയന്ത്രിക്കാൻ ഈ വിമാനം സഹായിക്കും. അതിനാലാണ് പലപ്പോഴും ഇതിനെ റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആണവാക്രമണം പോലുള്ള അതീവ ഗുരുതരമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ആകാശത്ത് നിന്നും സൈന്യത്തിന് നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകാൻ ഈ വിമാനത്തിലെ സംവിധാനങ്ങൾക്ക് സാധിക്കും. റഷ്യൻ പ്രസിഡന്റിന്റെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും യാത്രകൾ നിയന്ത്രിക്കുന്ന റോസിയ സ്പെഷ്യൽ ഫ്ലൈറ്റ് സ്ക്വാഡ്രനാണ് ഈ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 2 PS-90A ടർബോഫാൻ എഞ്ചിനുകളുള്ള ഈ വിമാനത്തിന് ഏകദേശം 6500 കിലോമീറ്റർ വരെ ദൂരം ഒറ്റയടിക്ക് പറക്കാൻ കഴിയും. മണിക്കൂറിൽ 850 കിലോമീറ്ററാണ് ഇതിന്റെ ആവറേജ് സ്പീഡ്. തുടർച്ചയായ സുരക്ഷാ നിരീക്ഷണങ്ങൾക്കും സൈനിക മേധാവികളുടെ സുരക്ഷാ യാത്രകൾക്കും തന്ത്രപ്രധാനമായ നയതന്ത്ര ദൗത്യങ്ങൾക്കുമായി ഏതാനും ചില Tu-214PU വിമാനങ്ങൾ മാത്രമാണ് റഷ്യ നിർമ്മിച്ചിട്ടുള്ളത്. അത്രയും നിർണായകമായ ഒരു വിമാനമാണ് ഇപ്പോൾ റഷ്യ ഇറാനിലേക്ക് അയച്ചിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് തുല്യമായ ഈ സംഘർഷം ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് രൂക്ഷമാവുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ വിന്യാസം. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം ശക്തമാക്കുകയും ഇറാൻ ശക്തമായ തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ റഷ്യൻ വിമാനം എത്തിയത് ഭൗമരാഷ്ട്രീയത്തിലെ വലിയ മാറ്റത്തിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് അമേരിക്ക ഉക്രൈനെ സഹായിക്കുന്നതിനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് റഷ്യയുടെ ഇപ്പോഴത്തെ ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഉയർന്ന തലത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമാണ് ഇതെന്നും സൈനിക സാങ്കേതിക സഹകരണം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ കണക്കുകൂട്ടുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനെ പ്രതികാരമായി ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാനും ആക്രമണം നടത്തി. ഈ സംഘർഷങ്ങൾക്കിടയിലാണ് റഷ്യ തങ്ങളുടെ ഡൂംസ്ഡേ വിമാനവുമായി ഇറാനെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വജ്രായുധമായിട്ടാണ് റഷ്യൻ ഡൂംസ്ഡേ വിമാനത്തിന്റെ വരവ്. ഇറാന് നേരെ അമേരിക്ക നടത്തിയ ഏറ്റവും പുതിയ സൈനിക ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അമേരിക്ക തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. യുദ്ധക്കപ്പലുകളിൽ നിന്നും എയർക്രാഫ്റ്റ് കാരിയറുകളിൽ നിന്നും ഫൈറ്റർ ജെറ്റുകൾ പറന്ന് പൊങ്ങുന്നതും ഇറാനിലെ പ്രധാന സൈനിക താവളങ്ങളിൽ കൃത്യതയോടെ മിസൈലുകൾ പതിക്കുന്നതുമാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ഇരു രാജ്യങ്ങളിൽ തമ്മിലുള്ള തർക്കങ്ങൾ യുദ്ധത്തിലേക്ക് വഴിമാറുന്ന പശ്ചാത്തലത്തിലാണ് സെൻകോം ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് റഷ്യയുടെ നിർണായക ഇടപെടലും ഉണ്ടായിരിക്കുന്നത്.